കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീദുർഗായേ നമഃ. 13ാമത്തെ ശ്ലോകമാണ് ചെയ്യേണ്ടത്. യുദ്ധമാണല്ലോ. 13ഉം 14ഉം ഒന്നിച്ച് ചെയ്യുകയാണ് കുറച്ച് എളുപ്പം, അതുകൊണ്ട് ഒന്നിച്ച് ചെയ്യാം കേട്ടോ. ഏതസ്മിന്നന്തരേ ഭൂപ വിനാശായ സുരദ്വിഷം ഭാവായാമരമുഖ്യാനാം അതിവീര്യബലാന്വിത ബ്രഹ്മേശ ഗുഹവിഷ്ണൂനാം തഥേന്ദ്രസ്യ ച ശക്തയ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ ത്വദ്രൂപാശ്ചണ്ഡികം യയു. നമുക്ക് നോക്കാം. അത്ഭുതമായിട്ടുള്ളൊരു ഇതാണ് പറയണത്. ഹേ ഭൂപ, ഹേ രാജാവേ, ഏതസ്മിൻ അന്തരേ, ആ സമയത്ത് സുരദ്വിഷാം വിനാശായ, അതായത് സുരന്മാരുടെ ശത്രുക്കൾ, സുരദ്വിഷാം, അതായത് ദേവന്മാരെ ദ്വേഷിക്കുന്നവരാരാ? അസുരന്മാർ. അപ്പോൾ സുരദ്വിഷ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. അസുരന്മാരുടെ നാശത്തിനും അമരമുഖ്യാനാം ഭവായ, അതായത് ദേവന്മാരുടെ ഭാഗ്യത്തിനും ആയിക്കൊണ്ട്, അതാണ് സുരദ്വിഷാം വിനാശായ, അസുരന്മാരുടെ നാശത്തിനും അമരമുഖ്യാന, അമരന്മാർ ദേവന്മാരുടെ ഭവായ മീൻസ് അവരുടെ നന്മയ്ക്കെന്നോ ഭാഗ്യത്തിനോ ആയിക്കൊണ്ട് ബ്രഹ്മേശ, അതായത് ദേവന്മാരെ സഹായിക്കാനും അനുഗ്രഹിക്കാനും എന്നർത്ഥം. അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്കായിട്ട് ബ്രഹ്മേശ ഗുഹ വിഷ്ണൂനാം തഥ ഇന്ദ്രസ്യ ച ശക്തയ, ബ്രഹ്മാവ്, ശിവൻ, സുബ്രഹ്മണ്യസ്വാമി, വിഷ്ണു, ഇന്ദ്രൻ, ഈ 5 പേരുടെയും ശക്തികൾ ആരൊക്കെയാണ്? ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ത്രിമൂർത്തികൾ, പിന്നെ സുബ്രഹ്മണ്യസ്വാമിയും ഇന്ദ്രനും. ഈ 5 ആളുടെ ശക്തികളും തേഷാം ശരീരേഭ്യ, അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു പുറത്തേക്ക്. ഈ 5 ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഇന്ദ്രൻ്റെയും ശരീരത്തിൽ നിന്ന് അവരുടെ ശക്തി ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് അതിവീര്യബലാന്വിതാഹ, അങ്ങേയറ്റം വീര്യത്തോടും ഭയങ്കര ബലത്തോടും വീര്യത്തോടും കൂടിയിട്ട് ഉള്ള ആ ശക്തികൾ, അവരുടെ മേലിന്ന് പുറപ്പെട്ട ശക്തികൾ താഹ തദ്രൂപാഹ ചണ്ഡികാം യയു, ആ 5 ദേവന്മാരുടെ ദേഹത്തിൽ നിന്നും വന്ന അതിവീര്യ ബലവത്തായ ശക്തികൾ ആ ചണ്ഡികയുടെ രൂപത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്ന്. അതാണതിൽ പറഞ്ഞത്. ഈ 2 ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് വെച്ചാൽ, അത്ഭുതകരമായിട്ട് ഹേ രാജാവേ, ആ സമയത്ത് ഈ അസുരന്മാരുടെ നാശത്തിനും ദേവന്മാരുടെ നന്മയ്ക്കും അല്ലെങ്കിൽ അവരുടെ വിജയത്തിനുമായിക്കൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഇന്ദ്രൻ്റെയും ദേഹത്തു നിന്ന് അവരുടെ ശക്തികൾ പുറത്തേക്ക് വന്ന് ചണ്ഡികയിൽ വന്ന് ചേർന്നു, ചണ്ഡികയുടെ രൂപത്തിൽ വന്ന് ചേർന്നു ആ ശക്തികൾ. അപ്പോൾ വായിച്ചിട്ട് 15ലേക്ക് പോവാട്ടോ. ഏതസ്മിന്നന്തരേ ഭൂപ വിനാശായ സുരദ്വിഷം ഭവായാമരമുഖ്യാനാം അതിവീര്യബലാന്വിതാഃ ബ്രഹ്മേശ ഗുഹവിഷ്ണൂനാം തഥേന്ദ്രസ്യ ച ശക്തയ ബ്രഹ്മേശ ഗുഹവിഷ്ണൂനാം തഥേന്ദ്രസ്യ ച ശക്തയ ശരീരേഭ്യോ വിനിഷ്ക്രമ്യ തദ്രൂപാശ്ചണ്ഡികാം യയു. അത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞല്ലോ, ഭഗവതിയുടെ മേലിക്ക് എല്ലാ ശക്തികളും ചേർന്നു. അതായത് ഈ 5 പേരുടെയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും ഇന്ദ്രൻ്റെയും. യസ്യ ദേവസ്യ യദ്രൂപം യഥാവാഹനഭൂഷണം തദ്വദേവ ഹി തച്ഛക്തിരസുരാൻ യോദ്ധുമായയൗ. എന്താണ് യസ്യ ദേവസ്യ, അതായത് ഏത് ദേവന് യദ് രൂപം, എന്ത് രൂപം ഉണ്ടോ, പിന്നെയോ യഥാ വാഹനഭൂഷണം, എന്ത് വാഹനമാണോ ഉള്ളത്, എന്തൊക്കെയാണ് അണിഞ്ഞിരിക്കണ ഭൂഷണങ്ങൾ,
തച്ഛക്തി ആ ദേവൻ്റെ ശക്തി തദ്വത് ഏവ ഹി അസുരാൻ യോദ്ധും ആയയോ. അവരുടെ രൂപത്തിലും അവരുടെ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടും അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടും ആ ദേവൻ്റെ ശക്തി എങ്ങനെയാണോ അതുപോലെയാണ് അസുരന്മാരോട് ആ ദേവിയുടെ ദേഹത്തിൽ ചേർന്ന ശക്തികൾ അസുരന്മാരെ എതിർത്തത്. അതൊരു അത്ഭുതമല്ലേ. ഈ ശക്തികളൊക്കെ ദേവിയിൽ വന്ന് ലയിച്ചു വെച്ചാലും അല്ലെങ്കിൽ ചേർന്നു വെച്ചാലും പിന്നെ അസുരന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ അവനോൻ്റെ തന്നെ രൂപത്തോടും അവനോൻ്റെ തന്നെ വാഹനത്തോടും അവനോൻ്റെ തന്നെ ഭൂഷണങ്ങളോടും അവനോൻ്റെ തന്നെ ആയുധങ്ങളോടും കൂടിയിട്ടാണ് ഈ ദേവന്മാരുടെ ശക്തി അസുരന്മാരോട് യുദ്ധം ചെയ്തത്. യസ്യ ദേവസ്യ യദ്രൂപം യഥാ വാഹനഭൂഷണം തദ്വദേവ ഹി തച്ഛക്തിരസുരാൻ യോദ്ധുമായയൗ. ഇനി പറയണം ബ്രഹ്മാവ് വിഷ്ണുവിന് ഓരോരുത്തരും പറയണ്ട കേട്ടോ. ഹംസയുക്ത വിമാനസ്ഥ സാക്ഷസൂത്രകമണ്ഡലു ആയാതാ ബ്രഹ്മണ ശക്തിർ ബ്രഹ്മാണി സാഭിധീയതേ. ഇനി ബ്രഹ്മാവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബ്രഹ്മണ ശക്തി ആയാത. ബ്രഹ്മാവിൻ്റെ ശക്തി എങ്ങനെ വന്നു? ആയാത വന്നു. ബ്രഹ്മണ ശക്തി ആയാത. ബ്രഹ്മാവിൻ്റെ ശക്തി എങ്ങനെ വന്നെന്ന്? ഹംസയുക്ത വിമാനസ്ഥ. അതായത് ഹംസങ്ങളെ അരയന്നങ്ങളാണ് ആ വിമാനത്തിനെ കൊണ്ട് വഹിക്കണത്. അരയന്നങ്ങളാൽ വഹിക്കപ്പെട്ട വിമാനത്തിലാണ് ആര് വന്നത്? ബ്രഹ്മാവ് വന്നത്. അരയന്നങ്ങളാൽ പൂട്ടിയ അല്ലെങ്കിൽ അരയന്നങ്ങൾ കൊണ്ടുവന്ന് അരയന്നങ്ങളാണ് പറപ്പിക്കണ വിമാനത്തിന് കേട്ടോ. അങ്ങനെ അരയന്നങ്ങളാണ് വാഹനം. ആ വിമാനത്തിലാണ് വന്നത്. സാക്ഷസൂത്ര കമണ്ഡലു. പിന്നെയോ കയ്യിൽ ജപമാലയുണ്ട്, പാത്രമുണ്ട്. അങ്ങനെയാണല്ലോ ബ്രഹ്മാവ്. സ ബ്രഹ്മാണി ഇതി അഭിധീയതേ. ആ ശക്തിയുടെ പേരെന്താ അറിയോ? അതായത് ദേവിയിൽ ചേർന്നിട്ട് ചണ്ഡികയിൽ ചേർന്നിട്ട് പിന്നെ വരണതാണോ? അപ്പം ആ ബ്രഹ്മരൂപത്തിലുള്ള ശക്തിയുടെ പേര് ബ്രഹ്മാണി നായി. ബ്രഹ്മരൂപത്തിൽ ദേവിയുടെ ഉള്ളിൽ നിന്ന് വന്ന ഹംസയുക്ത വിമാനം, അതായത് അരയന്നങ്ങളാൽ വഹിക്കപ്പെടുന്ന വിമാനത്തിൽ വരുന്ന ദേവിയെ ബ്രഹ്മസ്വരൂപിയായതുകൊണ്ട് ബ്രഹ്മാണി എന്നാണ് പറയണത്. ആ ദേവി അതായത് ചണ്ഡികയിൽ നിന്ന് അതാത് ദേവന്മാരുടെ രൂപത്തിലും വാഹനത്തിലും വന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ ബ്രഹ്മരൂപത്തിൽ വന്നു ദേവിയുടെ ഉള്ളിൽ നിന്ന്. അത് ബ്രഹ്മാണി. ഹംസയുക്ത വിമാനസ്ഥ സാക്ഷസൂത്രകമണ്ഡലു ആയാതാ ബ്രഹ്മണ ശക്തിർ ബ്രഹ്മാണി സാഭിധീയതേ. ഇനി അപ്പം അതാണ് പല പല ദേവി ഉണ്ടായി. മാഹേശ്വരി വൃഷാരൂഢ ത്രിശൂലവരധാരിണി മഹാഹിവലയാ പ്രാപ്ത ചന്ദ്രലേഖാ വിഭൂഷണ. മാഹേശ്വരി പ്രാപ്ത. പിന്നെ ശിവൻ്റെ ശക്തിയായിട്ട് എഴുന്നള്ളി ആരാ? മഹേശ്വരി. എങ്ങനെ? ശിവശക്തി. വൃഷാരൂഢ, കാളപ്പുറത്ത്. പിന്നെയോ അതായത് വൃഷവാഹനം, അതാണല്ലോ കാളയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ദേവി വരണത്. ആര്? മാഹേശ്വരി. ത്രിശൂലവരധാരിണി. ശിവൻ്റെ ശൂലുണ്ട് ധരിച്ചിരിക്കണു, ശിവൻ്റെ ശൂലം ധരിച്ചിരിക്കണു. മഹാഹിവലയ. പിന്നെയോ അഹിച്ച പാമ്പാണ്. മഹാഹിവലയ അതായത് ഈ നാഗങ്ങളെ കൊണ്ടുള്ള മാലയാണ് കെട്ടിയത് ശിവനെ പോലെ. ചന്ദ്രലേഖാ വിഭൂഷണ. അമ്പിളിക്കലയും ചൂടിയിട്ടുണ്ട്. ശിവൻ്റെ പോലെ തന്നെ ശരിക്കും ശിവരൂപിയായിട്ടാണ് വന്നത് കേട്ടോ. മാഹേശ്വരി. ആ ദേവിയുടെ പേര് മാഹേശ്വരി എന്നാണ്. കാരണം മഹേശ്വരിൽ നിന്ന് വന്നത് മാഹേശ്വരി, ബ്രഹ്മാവിൽ നിന്ന് വന്നത് ബ്രഹ്മാണി. അപ്പോൾ ഈ ദേവി എത്ര രസമായിട്ടല്ലേ. മാഹേശ്വരി എങ്ങനെയാണ് വന്നത്? കാളയുടെ പുറത്ത് ശൂലം ധരിച്ച് നാഗമാല, നാഗഹാരം അണിഞ്ഞ് മഹാനാഗങ്ങളെ ഇട്ട് നാഗം അണിഞ്ഞ് അമ്പിളിക്കല ചൂടിയിട്ടാണ് വന്നത്. ആര? മാഹേശ്വരി.
മാഹേശ്വരീ വൃഷാരൂഢാ ത്രിശൂലവരധാരിണി മഹാഹിവലയാ പ്രാപ്ത ചന്ദ്രലേഖ വിഭൂഷണ കൗമാരീ ശക്തിഹസ്താ ച മയൂരവരവാഹന യോദ്ധുമഭ്യായയൗ ദൈത്യൻ അംബികാ ഗുഹരൂപിണി. ഇനിയോ കൗമാരി ശക്തി ച ദൈത്യാൻ യോദ്ധും അഭ്യായയൗ. അതായത് കുമാരൻ്റെ ശക്തി ആരാ? സുബ്രഹ്മണ്യ സ്വാമിയാണല്ലോ കുമാരൻ. സുബ്രഹ്മണ്യൻ്റെ ശക്തി എന്തായി? ദൈത്യാൻ അഭ്യായിച്ചു. ദൈത്യന്മാരോട് യുദ്ധം ചെയ്യാൻ സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്ന് വന്ന ശക്തി വന്നു. എങ്ങനെ വന്ന്? മയൂരവരവാഹന, മയിലിൻ്റെ പുറത്ത്. സുബ്രഹ്മണ്യൻ്റെ വാഹനം മയിലാണല്ലോ. അപ്പോൾ ആ ദേവി വന്നത്, കൗമാരി എങ്ങനെ വന്നത്? മയിലിൻ്റെ പുറത്ത്, മയിലാണ് വാഹനം. ശക്തിഹസ്താച, വേലാണ് അല്ലേ? വേല്, സുബ്രഹ്മണ്യ സ്വാമിയുടെ ആയുധം വേലാണല്ലോ. വേലും കൈ പിടിച്ചിട്ടുണ്ട്. അംബികാ ഗുഹരൂപിണി, അതെ സുബ്രഹ്മണ്യൻ്റെ രൂപത്തിൽ തന്നെയാണ് ഈ ഗുഹരൂപിണി വന്നതെന്ന്. അതുകൊണ്ട് ഗുഹരൂപിണി എന്ന് പറയാം, കൗമാരി എന്ന് പറയാം, ഗുഹരൂപിണി എന്ന് പറയാം. ബ്രഹ്മാവിൽ നിന്ന് വന്നത് ബ്രഹ്മാണി പറഞ്ഞില്ലേ, മഹേശ്വരനിൽ നിന്ന് വന്നത് മാഹേശ്വരി പറഞ്ഞു, പിന്നെ കുമാരനിൽ നിന്ന് വന്നത് കൗമാരി എന്നും പറയാം, പിന്നെ ഗുഹരൂപിണി അതായത് സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്ന് വന്ന ഒരു ശക്തി. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനമായിട്ടുള്ള മയിലിൻ്റെ പുറത്ത് വന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ ആയുധമായിട്ടുള്ള വേലും കയ്യിൽ പിടിച്ചിട്ട് അസുരന്മാരോട് യുദ്ധത്തിന് വന്നെത്തി. കൗമാരി ശക്തിഹസ്താച മയൂരവരവാഹന യോദ്ധുമഭ്യായയൗ ദൈത്യൻ അംബികാ ഗുഹരൂപിണി. ഇനി തഥൈവ വൈഷ്ണവീ ശക്തിർ ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർംഗ ഖൽഗഹസ്താഭ്യുപായയൗ. വിഷ്ണുവിൻ്റെ ശക്തി എങ്ങനെ വന്ന? തഥാ ഏവ വൈഷ്ണവീ ശക്തി, വിഷ്ണുവിൻ്റെ ശക്തി ആയിട്ടുള്ള വൈഷ്ണവീ ദേവി എങ്ങനെ വന്നു? ശംഖചക്രഗദ ശാർംഗ ഖൽഗഹസ്ത, എന്നിട്ടോ ഗരുഡോപരി അല്ലേ? അപ്പോൾ വൈഷ്ണവീ ശക്തി എങ്ങനെയാണ് വന്നത്? വൈഷ്ണവീ ദേവി അസുരന്മാരോട് യുദ്ധത്തിനായിട്ട് ശംഖ, ചക്രം, ഗദ, ശാർംഗം, ഖൽഗം ഇതും ധരിച്ച് ആരുടെ മേലെ വന്നത്? ഗരുഡോപരി. ഗരുഡനല്ലേ വിഷ്ണുവിൻ്റെ, ഗരുഡൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ദേവന്മാരോട് യുദ്ധത്തിന് എത്തിച്ചേർന്നു. ഗരുഡാരൂഢയായിട്ടുള്ള വൈഷ്ണവീ ദേവിയാണ് ചണ്ഡികയുടെ ഉള്ളിൽ നിന്ന് വന്നത് അസുരന്മാരോട് യുദ്ധം ചെയ്യാൻ. അപ്പോൾ ആരൊക്കെയായി ഇപ്പോൾ നോക്കൂ, നമുക്ക് എല്ലാവരും ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, നൗ വൈഷ്ണവി അല്ലേ? ഇനി നോക്കാട്ടോ. തഥൈവ വൈഷ്ണവീ ശക്തിർ ഗരുഡോപരി സംസ്ഥിത ശംഖചക്രഗദാശാർംഗ ഖൽഗഹസ്താഭ്യുപായയൗ യജ്ഞവാരാഹമതുലം രൂപം യാ ബിഭ്രതോ ഹരേഃ ശക്തി സാപ്യായയൗ തത്ര വാരാഹിം ബിഭ്രതി തനും. ഇനി അതുലം യജ്ഞവാരാഹം രൂപം ബിഭ്രത, അതായത് ഈ യജ്ഞവരാഹമൂർത്തി വൈഷ്ണവി വന്നത് ഈ യജ്ഞവരാഹമൂർത്തിയായി വന്നിട്ട് ധരിച്ച ആ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയാണല്ലോ വിഷ്ണു. ആ യജ്ഞവരാഹമൂർത്തിയുടെ രൂപം ധരിച്ച ഹരിയുടെ ശക്തിയും അതിൻ്റെ ഒപ്പം, അതായത് വൈഷ്ണവീ ദേവിയുടെ ഒപ്പം വരാഹി എന്ന് പറഞ്ഞ യജ്ഞവരാഹമൂർത്തിയുടെ രൂപത്തിലും വിഷ്ണുവിൻ്റെ ശക്തിയും കൊണ്ട് വേറൊരു ദേവി വാരാഹി. അതായത് ഈ യജ്ഞവരാരൂപം ധരിച്ച ഹരിയുടെ, അതായത് സാധാരണ വിഷ്ണുവിൻ്റെ അല്ല, യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ ശക്തി ആയിട്ടുള്ള രൂപം എടുത്തിട്ട്, അതായത് വരാഹരൂപത്തിലും ദേവി വന്നു, വിഷ്ണുവിൻ്റെ വരാഹരൂപത്തിൽ. അതാണ് വാരാഹി കേട്ടോ. യജ്ഞവരാഹൻ രൂപം ധരിച്ചിട്ട് ആ ഭഗവാന്റെ ശക്തിയും വരാഹരൂപം എടുത്തിട്ട് അവിടെ വന്നു. അതായത് വിഷ്ണു സാധാരണ ശംഖചക്രഗദ ഹസ്തായിട്ടുള്ള വിഷ്ണുവിൻ്റെ വൈഷ്ണവിയായിട്ട് വന്നു. യജ്ഞവരാഹമൂർത്തി ഇതാണല്ലോ, വരാഹാണല്ലോ. അപ്പോൾ ആ വരാഹമൂർത്തിയായിട്ടും ശക്തിയായിട്ടും വന്നു. അതാണ് വാരാഹി.
രണ്ടെണ്ണം വന്നു വിഷ്ണു എന്നാ പറയാം. വാരാഹമതുലം രൂപം യാ ബിഭ്രതോ ഹരേ ശക്തി സാപ്യായയൗ തത്ര വാരാഹിം ബിഭ്രതിം തനും. അങ്ങനെ വാരാഹിനി രൂപിയായിട്ട് വന്നു കേട്ടോ. പിന്നെ വിഷ്ണുവിൽ നിന്ന് പിന്നെ വന്നു നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതിം സദൃശം വപു പ്രാപ്തോ തത്ര സടാക്ഷേപാ ക്ഷിപ്ത നക്ഷത്ര സംഹതി. നാരസിംഹി അതായത് നരസിംഹത്തിൻ്റെ പോലെയുള്ള രൂപം ധരിച്ചിട്ട് നൃസിംഹസ്യ സദൃശം എന്ന്. ഈ ദേവിയുടെ പേര് നാരസിംഹി എന്നാണ്. കാരണം എന്താ വെച്ചാൽ നരസിംഹസ്യ സദൃശം, നരസിംഹത്തിൻ്റെ രൂപമെടുത്ത് വന്ന ദേവിയുടെ പേര് നാരസിംഹി. വരാഹത്തിൻ്റെ അടുത്തത് വാരാഹി പറഞ്ഞില്ലേ, അതേപോലെ നരസിംഹത്തിൻ്റെ രൂപമെടുത്ത് വന്ന വിഷ്ണുവിൻ്റെ തന്നെ ശക്തിയായിട്ടുള്ള നരസിംഹത്തിൻ്റെ രൂപമെടുത്ത് വന്ന ദേവി നാരസിംഹി. നരസിംഹരൂപം പോലെ നരസിംഹത്തിൻ്റെ ശരീരത്തോടു കൂടി ബിഭ്രതി എന്ന് പറഞ്ഞാൽ ആ നരസിംഹരൂപം ധരിച്ചിട്ട് എങ്ങനെ സടാക്ഷേപ ക്ഷിപ്ര നക്ഷത്ര സംഹതി, സട കൊടഞ്ഞ് അവിടെയുള്ള എല്ലാവരെയും അടിച്ച് പറപ്പിച്ച് എങ്ങനെ ക്ഷിപ്രനക്ഷത്ര സംഹതി, അതായത് നക്ഷത്രങ്ങളെയും പിന്നെ ഗോളങ്ങളെയും കൂടിയും അടിച്ച് മാറ്റാൻ തൊക്കോണം സട കൊടയുന്നുണ്ട് ആര്, ഈ നാരസിംഹി എന്നുള്ള ദേവി. അങ്ങനെ അസുരന്മാരുടെ നരസിംഹരൂപത്തിലും വന്നു. ഭഗവാന്റെ വൈഷ്ണവിയായിട്ട് വന്നു, വാരാഹിയായിട്ട് വന്നു, ഇപ്പം നാരസിംഹി ആയിട്ട് നരസിംഹരൂപത്തിലും ഭയാനകമായിട്ട് വന്നു അസുരന്മാരോട് പൊരുതി. നാരസിംഹി നൃസിംഹസ്യ ബിഭ്രതി സദൃശം വപു പ്രാപ്തോ സത്ര സടാക്ഷേപ ക്ഷിപ്ത നക്ഷത്ര സംഹതി. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഭഗവാന് ഏത് വേഷം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ എടുക്കാം, എന്നിട്ട് അസുരന്മാരെ അല്ലെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ കഴിയും. നമ്മൾ ഭഗവതിയെ ആശ്രയിക്കുക മാത്രമേ വേണ്ടൂ. ഭഗവതി അതാത് അവസരത്തിൽ ഏത് വേഷം ധരിച്ചിട്ടാണ് വരേണ്ടത് വെച്ചാൽ ആ വേഷം ധരിച്ച് വന്ന് നമ്മളെ ആപത്തിൽ നിന്ന് രക്ഷിക്കും എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ വജ്രഹസ്ത തഥാ ചൈന്ദ്രി ഗജരാജോപരി സ്ഥിത പ്രാപ്ത സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സാ. ഇപ്പം ഇന്ദ്രൻ്റെ 3 തരത്തിൽ വന്നു, വിഷ്ണുവിൻ്റെ 3 തരത്തിൽ. ഇനി ഇന്ദ്രൻ്റെ പറയണം. തഥാ ച ഐന്ദ്രി പ്രാപ്ത, അങ്ങനെ ഇന്ദ്രാണി എന്ന് പറഞ്ഞ ദേവിയും വന്നു. എങ്ങനെ വന്നത്, യഥാ ശക്രഹ തഥാ ഏവസ, എങ്ങനെയാണ് ഇന്ദ്രൻ അതുപോലെ. എങ്ങനെ ഇന്ദ്രന് പറയാൻ എന്താ കാരണം വെച്ചാൽ ഇന്ദ്രന് 1000 കണ്ണുണ്ട മേലെന്നൊക്കെയാണല്ലോ, സഹസ്രനയനാണല്ലോ, 1000 കണ്ണുണ്ട്. അപ്പോൾ ഇന്ദ്രൻ്റെ രൂപം എങ്ങനെയാണ്, അതേപോലെയാണ് ആ ദേവി വന്നത്. എങ്ങനെ, സഹസ്രനയന, 1000 കണ്ണുകളുണ്ട്. പിന്നെ വജ്രഹസ്ത, വജ്രാണല്ലോ ഇന്ദ്രൻ്റെ ആയുധം, വജ്രായുധമുണ്ട്. മാത്രമല്ല ഗജരാജോപരി സംസ്ഥിത, ആ 4 കൊമ്പനായ ആന ഐരാവതത്തിൻ്റെ മുകളിലാണ് വന്നത്. ആര്, ഇന്ദ്രാണി എന്ന് പറഞ്ഞ ദേവി. ഇന്ദ്രൻ്റെ ശക്തിയായിട്ടുള്ള ഇന്ദ്രാണി ഇന്ദ്രനെ പോലെ തന്നെ കണ്ടാൽ രൂപം. മാത്രമല്ല ഐരാവതത്തിൻ്റെ മുകളിൽ കയറി വജ്രായുധം ധരിച്ച് 1000 കണ്ണുകളോട് കൂടിയിട്ടുള്ള ദേവിയായിട്ടാണ് ഇന്ദ്രാണി വന്നത്. ഇന്ദ്രന് സഹസ്രനയനാണല്ലോ, അപ്പം ദേവിക്കും സഹസ്രനയനുണ്ട്. എല്ലാം ഇന്ദ്രനെ എങ്ങനെയാ വെച്ചാൽ അതുപോലെയാണ്, ഈ ഒരു ദേവിയാണെന്ന് മാത്രമേ ഉള്ളൂ. വാഹനം ഐരാവതാണ്, ആയുധം വജ്രാണ്, സഹസ്രനയനയായിട്ടാണ് ഇന്ദ്രാണി വന്നത്. ആരോട് യുദ്ധം ചെയ്യാൻ, ഈ അസുരന്മാരോട്. വജ്രഹസ്ത തഥാ ചൈന്ദ്രി ഗജരാജോപരി സ്ഥിത പ്രാപ്തോ സഹസ്രനയന യഥാ ശക്രസ്തഥൈവ സാ. 23 തഥ പരിവൃതസ്ഥാഭിരീശാനോ ദേവശക്തിഭി ഹന്യന്താമസുരാ ശീഘ്രമായാഹീത്യാഹ ചണ്ഡികം. തതഃ, അപ്പോൾ അതിനുശേഷം താഭിഹി ദേവശക്തിഭി, ആ ദേവശക്തികളാൽ പരിവൃത, ഇപ്പം വന്ന ഈ ദേവികളാലൊക്കെ ചുറ്റപ്പെട്ട് ഈശാനഹ ചണ്ഡികാം, ഈ പറഞ്ഞ ദേവികളാൽ ചുറ്റപ്പെട്ട ഈശാനഹ വീരഭദ്രൻ,
ദേവിയുടെ സമീപത്തേക്ക് ആഹാ വന്നു എന്ന്. ഈശാനഹ ചണ്ഡികാം ആഹാ. ഇവിടെ ഈശാനൻ വെച്ചാൽ വീരഭദ്രനെയാണ് പറയണത്. ഈ വീരഭദ്രൻ്റെ 4 പുറം ഈ ദേവിമാരൊക്കെ ഉണ്ട്. ആരൊക്കെ? ബ്രഹ്മാണി, പിന്നെ മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, പിന്നെ എന്താ പറയുക, വാരാഹി, നാരസിംഹി, ഇന്ദ്രാണി. ഇവരെല്ലാവരാലും ചുറ്റപ്പെട്ടുകൊണ്ട് വീരഭദ്രൻ ദേവിയുടെ സമീപത്തേക്ക് എത്തിയെന്ന്, ചണ്ഡികയുടെ അടുത്തെത്തി. ചണ്ഡികാം ആഹാ. എന്നിട്ട് എന്താ പറഞ്ഞു? ആഹാ എന്ന് പറയുന്നുണ്ട്. വീരഭദ്രൻ ദേവിയുടെ അടുത്തെത്തിയിട്ടാണ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹന്യന്താമസുരാ ശീഘ്രമായാഹീത്യാഹ ചണ്ഡിക. അസുരാഹ ശീഘ്രം ഹന്യന്താം ആയാഹി ഇതി. വേഗം, ഇനി അസുരന്മാർ വേഗം ചാവട്ടെ, വേഗം വരൂ വരൂ എന്ന് ദേവിയെ വിളിക്കുകയാണ് വീരഭദ്രൻ. വരൂ, ഇനി എന്താ താമസം? ഈ 7 ദേവികളാലും ചുറ്റപ്പെട്ടിട്ടുള്ള വീരഭദ്രനാണ് പറയണ കേട്ടോ. വരൂ, ചണ്ഡികാദേവിയോട് പറയുക, വരൂ, ഇനി എന്താ താമസം? നമുക്ക് അസുരന്മാരെ വേഗം കൊല്ലാൻ വരൂ. അങ്ങ് ആയാഹി, ദേവി എഴുന്നള്ളിയാലും ദേവി വന്നാലും എന്ന് പറയണം. അവർ വേഗം കൊല്ലപ്പെടട്ടെ അസുരന്മാരെ, ഇനി താമസിക്കേണ്ട. ദേവി, ഈ 7 ദേവിമാരാലും ചുറ്റപ്പെട്ടുകൊണ്ടുള്ള വീരഭദ്രൻ ദേവിയെ ക്ഷണിക്കുക, വരൂ വരൂ വരൂ, വേഗം വരൂ, വന്നാലും ഹേ ചണ്ഡികാദേവി വേഗം എഴുന്നള്ളിയാലും നമുക്ക് അസുരന്മാരെ ഇപ്പം തന്നെ കൊല്ലാമെന്ന്. തഥ പരിവൃതസ്ഥാപിരീശാനോ ദേവശക്തിഭി. ഇവിടെ ഈശാൻ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്, എന്താ പറയുക, വീരഭദ്രനെയാണ് പറയുന്നത്. ദേവശക്തിഭി ഹന്യന്താമസുരാ ശീഘ്രമായാഹീത്യാഹ ചണ്ഡികാം. ചണ്ഡികോട് പറയണം, വരൂ എഴുന്നള്ളിയാലും ആയാഹിന്ന്. തതോ ദേവീ ശരീരാത്തു വിനിഷ്ക്രാന്താതിഭീഷണ ചണ്ഡികാ ശക്തിരത്യുഗ്ര ശിവാ ശതനിനാദിനി. തതഃ ദേവീ ശരീരാത്തു ചണ്ഡികാ ശക്തി വിനിഷ്ക്രാന്ത. അപ്പം ആ ദേവിയുടെ ശരീരത്തിൽ നിന്ന്, ചണ്ഡികയാണല്ലോ, ചണ്ഡികയുടെ ശക്തി പുറത്തേക്ക് അങ്ങോട്ട് വന്നു. എങ്ങനെ? അത്യുഗ്ര അതിഭീഷണ, പേടിയവും ഭയാനകവും അത്യുഗ്രവും ക്രൂരരൂപമാണ്. കണ്ട പേടിയവും അങ്ങനെയുള്ള അത്യുഗ്രമായതും അതിഭീഷണം ഭയാനകമായിട്ടുള്ളതും ശിവാശതനിനാദിനി. എന്നിട്ടോ കുറേ കുറുക്കന്മാരിങ്ങനെ ഓരിയിട്ടും കൊണ്ട് കൂടെ ഇങ്ങനെ വരുന്നുണ്ട് ദേവിയുടെ. അതിഭീകര ചണ്ഡിക ഭയങ്കര ഭീകര രൂപത്തിൽ വന്നു പറഞ്ഞില്ലേ, ഉഗ്ര രൂപത്തിൽ. കൂടെ പേടിയാവുന്ന തരത്തിൽ ഓരിയിടുന്ന അനവധി കൂട്ടമായിട്ടുള്ള കുറുക്കന്മാരുമുണ്ട്. അതായത് എന്താ അറിയോ, അവർ ചണ്ഡികാദേവി കൊല്ലാൻ പുറപ്പെട്ടിരിക്കാന്ന് കുറുക്കന്മാർക്ക് മനസ്സിലായപ്പോൾ സുഖമായിട്ട് ഈ കൊന്നോരുടെയൊക്കെ മാംസം തിന്നാലോചിച്ചിട്ടാണ് അനവധി കുറുക്കന്മാർ വന്നത്. അതാണ് അവർ ഓരിയിട്ടും കൊണ്ട് വരികയാണ് എല്ലാവരും കൂടിയിട്ട്. അതാണ് എത്ര ഭയാനകമാണ് ആ രംഗം. ആലോചിച്ച് നോക്കൂ. ദേവിയുടെ ശരീരത്തിൽ നിന്ന് ചണ്ഡികാശക്തിയുടെ ഉഗ്രവും അതിഭയാനകമായിട്ടുള്ള രൂപമായിട്ടാണ് ചണ്ഡികാശക്തി ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ചണ്ഡികാശക്തി പുറത്തേക്ക് വന്നു. അതിൻ്റെ കൂടെ അനവധി ഓരിടുന്ന കുറുക്കന്മാരും ചണ്ഡികാദേവി കൊല്ലുന്ന ഉറപ്പാണ്. അതുകൊണ്ട് മാംസം തിന്നാമെന്ന് വിചാരിച്ചിട്ട് റെഡിയായിട്ട് കൊല്ലപ്പെട്ട അസുരന്മാരുടെ മാംസം സുഖമായിട്ട് തിന്നാൻ വേണ്ടിയിട്ട് ചണ്ഡികാ ശക്തിയുടെ കൂടെ അവരും ഭയാനകമായിട്ടുള്ള ഓരിയിടലോടുകൂടി വന്നു. അതാണ് അതിൽ പറഞ്ഞത്. തതോ ദേവീ ശരീരാത്തു വിനിഷ്ക്രാന്താതിഭീഷണ ചണ്ഡികാ ശക്തിരത്യുഗ്ര ശിവാ ശതനിനാദിനി. ഒന്നും കൂടി ചൊല്ലി നിർത്താട്ടോ. സാ ചാഹ ധൂമ്രജടിലമീശാനമപരാജിത ദൂത ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം സുംഭനിസുംഭയോ. സാ അപരാജിത, ആ ഒരിക്കലും തോൽവിയില്ലാത്ത ആ ദേവി, അപരാജിതയായിട്ടുള്ള ദേവി, ധൂമജടിലം, പുക പോലെ ഉള്ള നിറമുള്ള ജട പിടിച്ച ധൂമ്രജടിലം, ജടയുണ്ട്, വെണ്ണീറിൻ്റെ കളറാണ്, അങ്ങനെയുള്ള ഈശാനം ആഹ വീരഭദ്രനോട് പറഞ്ഞു. വീരഭദ്രനെയും കണ്ട പേടി അറയ്ക്കും. ഇങ്ങനെ വെണ്ണീറിൻ്റെ കളറുള്ള തലയും പിന്നെന്താണ് കറുപ്പും എല്ലാം കൂടിയിട്ടേ വീരഭദ്രനോടായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്?
ഭഗവൻ ദൂതാത്വം സുംഭനിസുംഭയോഹോ പാർശ്വം ഗച്ഛ. ഹേ നീയ് എൻ്റെ ദൂതനായിട്ട്, ദൂതാത്വം എൻ്റെ ദൂതനായിട്ട് സുംഭനിസുംഭന്മാരുടെ അടുത്തേക്ക് നീയൊന്ന് പോന്ന് വീരഭദ്രനെ ഒരു ദൂതനായിട്ട് ഉപയോഗിച്ചു. ഹേ വീരഭദ്ര, നീയ് എൻ്റെ ദൂതനായിട്ട് സുംഭനിസുംഭരുടെ അടുത്തേക്ക് പോയാലും എന്ന് ദേവി പറഞ്ഞു. എങ്ങനത്തെ വീരഭദ്രൻ്റെ ഡിസ്ക്രിപ്ഷനാണ് പിന്നെ എങ്ങനെ ധൂമ്രജടിലം എന്ന് പറഞ്ഞത്. അതായത് കണ്ടാൽ ഒക്കെ പിന്നെ ഇങ്ങനെ വെണ്ണീർ പോലുള്ള തല ഇങ്ങനെ വെതറിയിട്ടിട്ടേ അങ്ങനെയാണ് വീരഭദ്രൻ. എങ്ങനത്തെ ദേവി? ഒരിക്കലും തോൽവി എന്തെന്നറിയാത്ത അപരാജിതയായിട്ടുള്ള ദേവി ഈ ഇങ്ങനെ വെണ്ണീർ പോലത്തെ തലമുടി വെതറിയിട്ട വീരഭദ്രനോട്, ഹേ വീരഭദ്ര, എൻ്റെ ദൂതനായിട്ട് നീയ് സുംഭനിസുംഭന്മാരുടെ അടുത്തേക്ക് പോയാലും എന്ന് പറയുകയാണ്. അവിടെ നമുക്ക് നിർത്താട്ടോ. വീരഭദ്രനോട് ദൂതനായിട്ട് അയക്കണ ആ സ്ഥലത്ത് നിർത്താം. സാ ചാഹ ധൂമ്രജടിലമീശാനു മീശാനമപരാജിത ദൂത ത്വം ഗച്ഛ ഭഗവൻ പാർശ്വം സുംഭനിസുംഭയോ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.